ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു പടം കാണാൻ പോയല്ലോ. വേറെങ്ങുമല്ല, നമ്മുടെ തുടരും കാണാം. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇപ്പോഴത്തെ കാലാവസ്ഥയും തണുപ്പിനെയും പ്രതിരോധിക്കാൻ ഞാൻ നല്ലൊരു കിടിൽ ഉടുപ്പാട്ടോ എടുത്തിട്ടത്. ഈ ക്രിസ്മസ് ട്രീ പോലെ ഇരിക്കുന്ന ഒരുപാട് തട്ടുള്ള ഡ്രസ്സസ് ആണ്. ഈ സാധാരണ തണുപ്പ് സമയത്ത് ഞാൻ എടുത്തിടാറുള്ളൂ. അങ്ങനെ ഞാൻ റെഡി ആവാൻ തുടങ്ങി. ഞങ്ങൾ ഈ തുടരും കാണാൻ ലേറ്റ് ആവാൻ കാരണം ഞങ്ങളുടെ മമ്മിക്ക് ഒരു പനി പിടിച്ചു. ഈ തുടരും കാണണമെന്ന് ആദ്യം പറഞ്ഞ മമ്മിയാണ്. അപ്പം മമ്മിയുടെയും പപ്പയുടെ ആഗ്രഹമായിരുന്നു തുടരും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന്. അങ്ങനെ അത് കാണാൻ എപ്പോഴൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ വരുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മമ്മിക്ക് നല്ലൊരു പനി പിടിച്ചു. അപ്പം മമ്മി ഇപ്പോൾ ഓക്കെ ആയി. ഇപ്പോൾ 2-2.5 മണിക്കൂറൊക്കെ മമ്മിക്ക് എ സിക്കകത്തിരുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ. അപ്പം നമ്മൾ വെച്ച് കൈയോടെ അങ്ങ് പോയി കളയാം, അല്ലെങ്കിൽ ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് പോകുമല്ലോ. അങ്ങനെ ഞങ്ങൾ കൈയോടെ സെക്കൻഡ് ഷോയ്ക്ക് ഇന്നലെ രാത്രി ആട്ടോ പോയത്. അങ്ങനെ റെഡിയായി. ഞാൻ ഈ മങ്കി ക്യാപ്പൊക്കെ എടുത്ത് വെച്ചതെന്ന് വെച്ചാൽ എനിക്ക് തണുപ്പധികം പറ്റില്ല. അപ്പോൾ ആ വഴി പോയി അനുഭവം എന്നെ കളിയാക്കിക്കൊണ്ട് പോയി. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഞങ്ങൾ ഓൾമോസ്റ്റ് സെറ്റായപ്പോഴാണ് ലിപ്സ്റ്റിക് ഇട്ടില്ലെന്ന് ഓർത്തത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ഗൈസ്. കാരണം ലിപ്സ്റ്റിക് എനിക്ക് മസ്റ്റാണ്. നമ്മൾ രാവിലെ ആയാലും രാത്രി ആയാലും എവിടെ പോലും ലിപ്സ്റ്റിക് ഇടണം. അങ്ങനെ ലിപ്സ്റ്റിക് ഇടേണ്ട രീതിയിലാണോ ഇടുന്നതെന്ന് അവിടെ ചെറുതായിട്ട് എൻ്റെ ഒരു തൃപ്തിക്ക് ഇടും. അങ്ങനെയൊക്കെ വലിയൊരു കർച്ചിപ്പ് മങ്കി ക്യാപ്പും ബാഗും നിറയെ സ്നാക്സാണ് ഗൈസ് അതിനകത്ത്. അതുമായിട്ട് ഇറങ്ങി നമ്മൾ നേരെ തിയേറ്ററിലെത്തി. മമ്മിക്ക് ഒന്നാമത് മുട്ടുവേനെ. മമ്മി ലാലേട്ടൻ്റെ പടം കാണാനുള്ള ആത്മാർത്ഥത കണ്ടു ഗൈസ്. മമ്മി കഷ്ടപ്പെട്ട് കയറുവാണേ. അങ്ങനെ നമ്മൾ അവിടെ ചെന്നു. നമ്മളെല്ലാം ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഭയങ്കര ബ്ലോക്കായിരുന്നു. കുറച്ചൊന്ന് ലേറ്റായി. അപ്പോഴത്തേക്കും നമ്മുടെ ലാലേട്ടൻ്റെ കിടിലം ഡാൻസ് ആയിരുന്നു ഗൈസ്. ഇത് തിയേറ്ററിൽ കാണുന്നതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഈ പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഡാൻസാണ്. ഞാൻ കൂടുതലൊന്നും ഈ പടത്തിനെ പറ്റി പറയണ്ടല്ലോ. ഭയങ്കര അടിപൊളി പടം, ഭയങ്കര റിവ്യൂ ഒക്കെ വന്ന പടമല്ലേ. ഇൻ്റർവെൽ ആയപ്പോൾ തന്നെ ഞാൻ തണുത്ത് വരച്ചൊരു പരിവായി. അങ്ങനെ ഞാൻ ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പടമൊക്കെ കഴിഞ്ഞ് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ട് വീട്ടിലെത്തി. അപ്പോൾ ഗൈസ്, താങ്ക് യു, ബൈ.